ഇന്ന് കുറച്ച് പേർക്കെങ്കിലും എന്നെ പരിചയമുള്ളത് എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ്. സച്ചിൻ കപ്പൂച്ചിൻ എന്ന് പറയുന്ന ഈ പേജിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ പാട്ടുകളും അതുപോലെ തന്നെ ചെറിയ റിഫ്ലക്ഷൻസൊക്കെ നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. പാട്ട് എന്നെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ടതാണ്. സംഗീതത്തോട് ഒരു പ്രത്യേകമായിട്ടുള്ള ഇഷ്ടമുണ്ട്. പക്ഷേ ഞാൻ അത്ര മികച്ചൊരു പാട്ടുകാരനോ ഗിറ്റാറിസ്റ്റോ ഒന്നുമല്ല, ഒട്ടും ആയിരുന്നില്ല മുന്നേയും. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വെറുതെ ക്ലാസ്സിലൊക്കെ ചുമ്മാ കൊട്ടി പാടിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഒത്തിരി നല്ല പാട്ടുകാരും ശാസ്ത്രീയമായിട്ട് പഠിച്ച ഒത്തിരി കുട്ടികളൊക്കെ ഉള്ള ഒരു സ്കൂളിലും ചുറ്റുപാടുകളിലൊക്കെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാട്ട് നമ്മുടെ ഒരു ഏരിയ ആയിരുന്നില്ല. എങ്കിലും പാട്ട് ഇഷ്ടമായിരുന്നു. വെറുതെ കൂട്ടുകാരുടെ കൂടെ ക്ലാസ്സിലൊക്കെ സിനിമാ പാട്ടുകളൊക്കെ പഠിച്ച് പാടുന്ന ഒരു ശീലവും രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഗിറ്റാർ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആയിടെ കണ്ട ഒരു സിനിമയാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഗിറ്റാർ പഠിക്കാൻ വേണ്ടിയിട്ട്. വാരണമായിരം എന്ന് പറയുന്ന ഒരു സിനിമയിൽ സൂര്യ ഞാൻ ഗിറ്റാർ വായിച്ച് പാടുന്ന നെഞ്ചുക്കുൾ പെയ്തിനെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഈ പാട്ടാണ് ശരിക്കും കേട്ട് എന്നെ ഇൻസ്പയർ ചെയ്ത്. എന്നെ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള കുറേ കൂട്ടുകാരെയൊക്കെ ഇൻസ്പയർ ചെയ്തു. അതുപോലെ ഗിറ്റാർ വായിച്ച് പാടണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് ഗിറ്റാർ പഠിക്കാൻ വേണ്ടി ചേരുന്നത്. പക്ഷെ അധിക കാലമൊന്നും ഗിറ്റാർ പഠനം മുന്നോട്ട് പോയില്ല, ഡ്രോപ്പ് ചെയ്യാനായിട്ടിടയായി. പക്ഷേ എങ്കിലും ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി പിന്നീട് പഠനം ഇങ്ങനെ മുന്നോട്ട് പോയി. പിന്നീട് സെമിനാരിൽ ചേർന്നാണ് കൂടുതൽ ഗിറ്റാറൊക്കെ പഠിക്കുന്നത്. ഞാൻ എൻ്റെ ദൈവവിളിയായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പം ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഏകദേശം 2.5 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, സെമിനാരിൽ ചേരുമ്പോൾ ഞാൻ എടുത്തൊരു തീരുമാനമാണ്. അതിങ്ങനെയാണ്: ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല. അപ്പം ആ ഒരു തീരുമാനവും ഇന്നത്തെ ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജും ഒട്ടും ചേരുന്നില്ല, കോൺട്രഡിക്ടറി ആണെന്ന് എനിക്കറിയാം. അതിൻ്റെ കഥയാണ് പറയാൻ വേണ്ടി പോകുന്നത്. അസീസിലെ ഫ്രാൻസിസിനെ കുറിച്ച് ഇങ്ങനെ പറയും. 24ാമത്തെ വയസ്സിനാണ് അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാകുന്നത്. മാനസാന്തരം ഉണ്ടായ സമയത്ത് ഫ്രാൻസിസ് എഴുതിയ എഴുത്തുകളിലൊക്കെ അദ്ദേഹം ഇങ്ങനെ കുറിച്ച് വയ്ക്കുന്നുണ്ട്: അന്ന് വരെ എനിക്ക് കയ്പായിരുന്നതെല്ലാം പിന്നീട് എനിക്ക് മധുരമായിട്ട് തീർന്നു. അന്ന് വരെ എനിക്ക് മധുരമായിരുന്നതെല്ലാം പിന്നീട് എനിക്ക് കയ്പായിട്ട് മാറി. അതായത് ഫ്രാൻസിസ് അന്ന് വരെ ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങളോട് അവന് താല്പര്യമില്ലാതെയായി. അതുവരെ അവന് താല്പര്യമില്ലാതിരുന്ന കാര്യങ്ങളോട് അവന് കൂടുതൽ ഇഷ്ടം ഉണ്ടാവാനും തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. കാരണം എന്നെ സംബന്ധിച്ച് പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളോടൊക്കെ ഒരു താല്പര്യം കുറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രാൻസിസിനെ കൂടുതൽ അറിഞ്ഞപ്പോൾ എനിക്ക് അതിനോടൊക്കെ കൂടുതൽ ഇഷ്ടം ഉണ്ടാവാൻ തുടങ്ങി. എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനും ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ വായിക്കാനും വചനം വായിക്കാനൊക്കെ ഒരു ഇഷ്ടം ഉണ്ടായി തുടങ്ങി. ഒപ്പം തന്നെ എനിക്ക് വല്ലാതെ താല്പര്യം ഉണ്ടായിരുന്ന കാര്യങ്ങളോടുള്ള താല്പര്യം കുറഞ്ഞു പോകാനും തുടങ്ങി. അതിലൊന്നാണ് സോഷ്യൽ മീഡിയ. 8, 9, 10 കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയം ചിലവഴിച്ചിരുന്നത് സോഷ്യൽ മീഡിയയിലായിരുന്നു. ഒരു ഫേസ്ബുക്ക് അഡിക്റ്റ് ആയിരുന്നു ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് നിങ്ങളെപ്പോലെ, ഇന്നത്തെ കുട്ടികളെപ്പോലെ സ്മാർട്ട് ഫോണോ ഒന്നും ഞങ്ങൾക്കില്ല. വീട്ടിൽ പഠിക്കാൻ വേണ്ടി മേടിച്ചു തന്ന ഒരു കമ്പ്യൂട്ടറുണ്ട്. ആ കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. മകൻ അസൈൻമെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും പഠന കാര്യങ്ങൾക്ക് വേണ്ടി ഉപകരിക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ വാങ്ങിച്ചു തന്നതാണ്. പക്ഷേ ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ ഇത് ചിലവഴിച്ചിരുന്നത് കൂടുതൽ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടായ സമയത്ത് അതുകൊണ്ട് തന്നെ ആദ്യം എടുത്തൊരു തീരുമാനം ഇതാണ്: ഇനി ഫേസ്ബുക്ക് ഇല്ല, ഇനി എൻ്റെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയ ഇല്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സമയം ഞാനിതിൽ ചിലവഴിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയം എടുത്താണ് സെമിനാരിൽ ചേർന്നത്. ഏകദേശം 8 വർഷത്തോളം ഞാൻ അങ്ങനെ മുന്നോട്ട് പോയി. 8ാമത്തെ വർഷം ഒരു കുട്ടികൾക്കൊരു ധ്യാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വയനാട്ടിലെ കാട്ടിമൂല എന്ന് പറയുന്ന ഇടവകയിൽ പോയതാണ്. അവിടെ കുട്ടികൾക്ക് ഞാനും എൻ്റെ കൂടെയുള്ളൊരു വൈദികനും ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നു. ഒപ്പം തന്നെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. സിസ്റ്റേഴ്സ് കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുത്താണ് സഹായിച്ചിരുന്നത്. അപ്പം കൗൺസിലിങ്ങിന് പോയിട്ട് ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികളുടെ മുഖത്തൊക്കെ ഞാനൊരു പ്രത്യേകത കണ്ടു. അവർ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിരിക്കുന്നത് കണ്ടു. അവരുടെ സങ്കടമൊക്കെ പോകുന്നത് കണ്ടു. അവർ കുറച്ചും കൂടെ റിഫ്രഷ്ഡ് ആയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് വല്ലാത്ത സംശയം, ഈ കൗൺസിലിങ്ങിന് ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഞാൻ അങ്ങനെ കൗൺസിലിങ്ങിനൊന്നും പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള സീനിയറായിട്ടുള്ള അച്ഛനോട് പറഞ്ഞു: അച്ഛാ, എനിക്കൊരു കൗൺസിലിംഗ് അറേഞ്ച് ചെയ്ത് തരാമോ? അച്ഛൻ അവിടെ പ്രായമായിട്ടുള്ളൊരു സീനിയർ സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്ററിനെ വിളിച്ചെന്നോട് പറഞ്ഞു: സിസ്റ്ററെ, ഇവന് ഒരു ബ്രദറിന് ഒരു കൗൺസിലിംഗ് കൊടുക്കണം. അപ്പോൾ സിസ്റ്റർ അത് സന്തോഷത്തോടെ ഏറ്റെടുത്തു. ഞങ്ങൾ സങ്കീർത്തിലേക്ക് പോയി. സിസ്റ്റർ ഞാനിങ്ങനെ മുഖാമുഖം ഇരിക്കുകയാണ്. സിസ്റ്റർ ഞങ്ങൾക്കിടയിൽ ഒരു ബൈബിൾ തുറന്നു വെച്ചു. സിസ്റ്റർ അതിന്ന് വചനമൊക്കെ വായിച്ചു. സിസ്റ്റർ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് സിസ്റ്റർ ദൈവം നൽകുന്ന ഓരോ ദർശനങ്ങൾ സിസ്റ്റർ ഇങ്ങനെ പറയുകയാണ്. എൻ്റെ കഴിഞ്ഞ ജീവിതത്തിലെ കാര്യങ്ങൾ, എൻ്റെ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, പിന്നീട് ഫ്യൂച്ചറിലെ ചില കാര്യങ്ങളൊക്കെ സിസ്റ്റർ പറയാൻ വേണ്ടി തുടങ്ങി. സിസ്റ്ററിനോട് പറഞ്ഞു: ബ്രദർ ഇങ്ങനെ
സോഷ്യൽ മീഡിയ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഈശോയെക്കുറിച്ച് പറയുന്നതായിട്ടും പാട്ടുകളൊക്കെ പാടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതാദ്യം കേട്ടപ്പോൾ ഞാനത് ശക്തിയുക്തം എതിർത്തു. കാരണം സിസ്റ്റർ, ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ്, ഒരിക്കലും സോഷ്യൽ മീഡിയ അങ്ങനെ വീഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യില്ലെന്ന് തീരുമാനം എടുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ ഓക്കെ പറഞ്ഞു. സിസ്റ്റർ വീണ്ടും പ്രാർത്ഥിച്ച് ഇതേ കാര്യം എന്നോട് പറഞ്ഞു. അപ്പോൾ പിന്നെ വെറുതെ സിസ്റ്ററെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് ഓക്കെ പറഞ്ഞ് അംഗീകരിച്ചു. പിന്നീട് ഒരു 2 വർഷങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾ തിയോളജി പഠിക്കാൻ വേണ്ടി കോട്ടയത്തെത്തി. അപ്പോഴും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് മൊബൈലോ ഫോണോ ഒന്നുമില്ല. ഞങ്ങൾ 15 പേരാണ് ഞങ്ങളുടെ ബാച്ചിൽ. 15 പേർക്കായിട്ടൊരൊറ്റ കട്ട ഫോണാണ് ഉണ്ടായിരുന്നത്, കീപാഡ് ഫോണാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് പക്ഷേ ഞങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ ലാബ് ഉണ്ടായിരുന്നു. ആ ലാബിൽ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറച്ച് ചിത്രം വരയ്ക്കുന്ന ഒരു ശീലമൊക്കെ എനിക്കുണ്ടായിരുന്നു. വീട്ടിലായിരുന്നപ്പോൾ ഞാൻ വരച്ചിരുന്ന ചിത്രങ്ങൾ ഞാൻ ആദ്യം കാണിച്ചിരുന്നതും എന്നെ ഏറ്റവും കൂടുതൽ ചിത്രം വരയ്ക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ചേട്ടനും ചേച്ചിയാണ്. അപ്പോൾ ഞാൻ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഇത് അവരെ കാണിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമം എനിക്കുണ്ട്. വർഷത്തിലാകെ 15 ദിവസം ഞങ്ങൾക്ക് ലീവുള്ളൂ. അപ്പോൾ ഞാൻ വരച്ച ചിത്രങ്ങൾ അവരെ കാണിക്കാൻ എനിക്കൊരു വർഷം കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ ചിത്രങ്ങൾ ഒന്ന് സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ അവിടെ നിന്ന് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ചേട്ടനും ചേച്ചിയും ഫോളോ ചെയ്യുകയാണെങ്കിൽ അവരെന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്താൽ അവർക്ക് കാണാമല്ലോ. അങ്ങനെ ചിന്തിച്ച് എൻ്റെ ചിത്രങ്ങൾ എൻ്റെ ചേട്ടനെയും ചേച്ചിയെയും കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ആരംഭിച്ചതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. അങ്ങനെ കുറച്ച് കാലങ്ങൾ കടന്നുപോയി. അപ്പോഴാണ് ഇങ്ങനെ മുറിയിൽ എൻ്റെ പഴയ ഗിറ്റാർ ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുന്നത് കണ്ടത്. അതെടുത്ത് ചുമ്മാ ഒരു പാട്ട് ഒന്ന് പാടി നോക്കാം എന്ന് വിചാരിച്ച് ഒരു ചെറിയ വീഡിയോ ചെയ്തു. അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അതിനൊത്തിരി നല്ല കമൻറ്റുകൾ ലഭിച്ചു. നല്ല കമൻറ്റുകളെന്ന് ഉദ്ദേശിക്കുന്നത്, ചിലരെന്നോട് പറഞ്ഞു ഞങ്ങൾ ഒത്തിരി ഡൗൺ ആയിരുന്നൊരു മൊമെൻ്റ് ആയിരുന്നു, പക്ഷേ ഈ പാട്ട് കേട്ടപ്പോൾ അത് ദാറ്റ് മെയ്ഡ് അവർ ഡേ, ദാറ്റ് മെയ്ഡ് മൈ ഡേ. ഞാൻ ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നു കഴിയായിരുന്നു, പക്ഷേ ഈ ഒരു പാട്ട് ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചു എന്നൊക്കെ കുറേ പേര് അഭിപ്രായപ്പെട്ടു. അത് ദൈവത്തിൻ്റെ ഒരു വിളിയായിട്ട് ഞാൻ സ്വീകരിച്ചു. കൂടുതൽ ഗാനങ്ങൾ ചെയ്തു, കൂടുതൽ പാട്ടുകൾ ചെയ്തു, ചില റിഫ്ലക്ഷൻസ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ വീഡിയോകളും പാട്ടുകളും റിഫ്ലക്ഷൻസൊക്കെ കൂടുതൽ ആളുകളിലേക്കൊക്കെ എത്തിച്ചേർന്നു. അങ്ങനെയാണ് പിന്നീട് അങ്ങോട്ട് ഒത്തിരി വീഡിയോകൾ ചെയ്യാനായിട്ട് തുടങ്ങിയതും ഇന്നത്തെ ഒരു സ്ഥിതിയിലേക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എത്തിയതും നിങ്ങളിൽ ചിലരൊക്കെ എന്നെ കാണാനായിട്ട് ഇടയായതൊക്കെ. അപ്പം ഒരിക്കലും ഒത്തിരി വലിയൊരു പാട്ടുകാരനോ ഒന്നും ആയിരുന്നില്ല. ഒത്തിരി പാട്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗിറ്റാറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സയൻറ്റിഫിക്കായിട്ട് പഠിച്ചിട്ടുള്ള ആളൊന്നും അല്ല ഞാൻ. എങ്കിലും നമ്മുടെ കൊച്ചു കഴിവുകൾ, നമ്മൾ ഈ ബൈബിളിൽ വായിക്കുന്ന പോലെ ഈശോയ്ക്ക് 5 അപ്പവും 2 മീനും കൊടുത്ത ആ ഒരു ബാലനെ പോലെ അവൻ്റെ കയ്യിലുള്ളത് ദൈവത്തിന് കൊടുത്തപ്പോൾ ദൈവം അത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുഞ്ഞു കഴിവുകൾ ഈശോയ്ക്ക് സമർപ്പിച്ചപ്പോൾ ഈശോ അത് അവൻ്റെ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയിട്ട്, അവൻ്റെ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുകയാണ്. ഇന്ന് ഞാൻ ഇപ്പോഴാണ് ശരിക്കും സംഗീതമൊക്കെ കൂടുതൽ പഠിക്കാൻ വേണ്ടി ആരംഭിച്ചത്. ഇന്ന് ഞാൻ വെസ്റ്റേൺ വോക്കൽ മ്യൂസിക്കിലും അതുപോലെ തന്നെ വെസ്റ്റേൺ മ്യൂസിക് തിയറിയിൽ എൻ്റെ ഗ്രേഡുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വോക്കൽ മ്യൂസിക്കിൽ ഞാൻ എൻ്റെ 5th ഗ്രേഡ് കഴിഞ്ഞു. തിയറിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഭാവിയിൽ മുന്നോട്ടും പാട്ടുകൾ പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം ദൈവം നമ്മളുടെ കൊച്ചു കഴിവുകളെയൊക്കെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ എനിക്കെല്ലാവരോടും പറയാൻ വേണ്ടിയിട്ടുള്ള ഇത് തന്നെയാണ്, നമുക്കുള്ളത് എന്താണോ അത് ഈശോയ്ക്ക് കൊടുക്കുക. അവനതെടുത്ത് അവന് വേണ്ടതുപോലെ ഉപയോഗിച്ചോളും. ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ ഏറ്റവും വിനയത്തോടെ നിലകൊള്ളുക, തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തിക്കൊള്ളും എന്നുള്ളൊരു വചനമാണ് എൻ്റെ മനസ്സിലേക്ക് വരിക. ഒപ്പം തന്നെ ഇന്നത്തെ യുവജനങ്ങളോട് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഇത് തന്നെയാണ്. ഒത്തിരി നമ്മുടെ ലോകം മെയിനായിട്ടും 3 കാര്യങ്ങളുടെ പിന്നാലെയാണ്: പ്ലഷർ, പവർ, അതുപോലെ തന്നെ മണി. സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും പിന്നാലെയാണ് ലോകം. അസീസിയിലെ ഫ്രാൻസിസിൽ ഞാൻ കണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. ഈ 3ൻ്റെയും പിന്നാലെ ഓടിയവനായിരുന്നു ഫ്രാൻസിസ്. പക്ഷേ ഫ്രാൻസിസിനെ പെട്ടെന്ന് ദൈവം തൊടുന്നു. അവൻ ഇതെല്ലാം ഉപേക്ഷിച്ച് ഇതിനും മുകളിൽ വിലപ്പെട്ട, ഇതിലും മേലെ വിലപ്പെട്ടതായിട്ടുള്ള, ഇതിലും ഉപരി വിലപ്പെട്ടതായിട്ടുള്ള ഒന്നിനെ കണ്ടെത്തി അതിൻ്റെ പിന്നാലെ ഓടി തുടങ്ങുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി ഓടിത്തിടങ്ങാനായിട്ട് ആരംഭിച്ചത് ഈ ഒരു കാര്യത്തിൽ തന്നെയാണ്. എന്തിൻ്റെ പിന്നാലെയാണ് ഫ്രാൻസിസ് ഓടിയതെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഓടിത്തുടങ്ങുമ്പോൾ. പക്ഷേ പണത്തെക്കാളും സുഖസൗകര്യങ്ങളെക്കാളും അധികാരത്തെക്കാളൊക്കെ മുകളിൽ വിലപ്പെട്ടതായിട്ടുള്ള എന്തോ ഒന്നുണ്ട് എന്നൊരു സത്യം എനിക്കറിയായിരുന്നു.